ഗവൺമെന്റിന്റെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ പറഞ്ഞത് ABC പ്രകാരമുള്ള വന്ധ്യംകരണം കൊണ്ട് പട്ടികടി ഒഴിവാവില്ല എന്നാണ്. അത് ഇവയുടെ എണ്ണം കുറയ്ക്കാൻ മാത്രമേ സഹായിക്കൂ. വന്ധ്യംകരിച്ച പട്ടി കടിക്കാതിരിക്കില്ല എന്ന് പറയുന്നത് ആരാ? ഈ ABC ചട്ടം കൊണ്ടുവന്ന കേന്ദ്ര സർക്കാരിൻ്റെ സോളിസിറ്റർ ജനറലാണ്, തുഷാർ മേത്തയാണ് പറയുന്നത്. അപ്പം ഇതല്ലേ ഞാൻ ഇത്രയും കാലം ഇവിടെ പറഞ്ഞത്. പക്ഷെ അപ്പോഴൊക്കെ നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങൾക്ക് ഇത് കേരളത്തിൽ മാത്രമുള്ളൊരു പ്രശ്നമാണ്, കേരളത്തിലെ സർക്കാർ ABC ചട്ടത്തിൻ്റെ പേര് പറഞ്ഞ് കയ്യും കെട്ടിയിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇതിവിടെ പരിഹരിക്കാൻ പറ്റാത്തത് എന്ന നിലയിൽ സർക്കാരിനെ കടിച്ചു കീറാനായിരുന്നു വ്യഗ്രത. ചില മാധ്യമങ്ങൾ അവതരിപ്പിച്ചത് കണ്ടാൽ തോന്നുക കേരളത്തിലെ തെരുവ് പട്ടികളെല്ലാം സർക്കാർ അഴിച്ചുവിട്ട പട്ടികളാണ്, നാട്ടുകാരെ പോയി കടിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ അഴിച്ചുവിട്ടതാണെന്ന മട്ടിലായിരുന്നു പ്രചരിപ്പിച്ചത്. മാത്രമല്ല വേറെ എവിടെയും ഇങ്ങനൊരു പ്രശ്നമില്ല, കേരളത്തിൽ മാത്രമുള്ളൊരു പ്രശ്നമാണ് എന്ന നിലയിലാണ് അവതരിപ്പിച്ചത്. ഇപ്പം ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിലാണ് സുപ്രീം കോടതിക്ക് സ്വമേധയാ ഇടപെടേണ്ടി വന്നിട്ടുള്ളത്. തലസ്ഥാന നഗരിയിൽ കേരള ഹൗസിൽ പോയ മുൻ MLA കടിയേറ്റ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങളെല്ലാം MP മാരാകുമ്പോൾ, ഇപ്പോഴല്ല, MP മാരാവുന്ന കാലത്ത് തന്നെ അവിടെ കാണാൻ നാട്ടിൽ നിന്ന് വന്ന പലർക്കും അന്നത്തെ തിരുവനന്തപുരത്ത് MP കാണാൻ വന്ന ഒരാളെ കടിച്ചു പൊളിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ ABC ചട്ടം വന്ന ശേഷമാണ് ഈ പ്രശ്നം ഇത്രയും രൂക്ഷമായത്. ഇന്നത്തെ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. ഇനിയെങ്കിലും ഇതാണ് പ്രശ്നം, ഈ അപ്രായോഗികമായ അർത്ഥശൂന്യമായ ABC ചട്ടമാണ് പ്രശ്നം എന്ന കാര്യം തുറന്നു പറയാൻ കോടതി പറഞ്ഞില്ലേ? ഇനിയെങ്കിലും മാധ്യമങ്ങൾക്കൊക്കെ ഒന്ന് തുറന്നു പറഞ്ഞുകൂടെ ഇതാണ് പ്രശ്നം എന്നുള്ളത്? അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഈ അപ്രായോഗികമായ ABC ചട്ടങ്ങൾ പൊളിച്ചെഴുതാൻ മുന്നോട്ട് വരണം, കോടതിയുടെ വിമർശനത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ. ഇതും വെച്ചിട്ട് തെരുവുനായ പ്രശ്നം പരിഹരിക്കാനാവില്ല. കൂടുതൽ ഫലപ്രദമായ ശാസ്ത്രീയമായിട്ടുള്ള ഒരു പരിഹാര നിർദ്ദേശം ഇനിയും ഉണ്ടാവണം. ഇന്നിപ്പോൾ കോടതി ഡൽഹിയിൽ കൊടുത്തൊരു നിർദ്ദേശമുണ്ട്, ഷെൽട്ടറിനകത്ത് അടക്കിയ 8 ആഴ്ച സമയമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അത് പ്രായോഗികമാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇവിടെ ജനസാന്ദ്രത വളരെ കൂടുതലാണ്, ഭൂമിയുടെ ലഭ്യതയുടെ പ്രശ്നമുണ്ട്. ABC കേന്ദ്രം തുടങ്ങാൻ തന്നെ നാട്ടുകാർ സമ്മതിക്കുന്നില്ല. അപ്പോഴാണ് ആയിരക്കണക്കിന് പട്ടികളെ കൊണ്ടുപോയിട്ട് ഷെൽട്ടറിൽ അടയ്ക്കാൻ ആളുകൾ സമ്മതിക്കുന്ന സ്ഥിതി ഉണ്ടാവും. അപ്പോൾ കുറച്ചുകൂടി ഫലപ്രദമായിട്ടുള്ള പരിഹാര നിർദ്ദേശത്തെക്കുറിച്ച് ആലോചിക്കണം. ഈ ABC കൊണ്ട് കേന്ദ്രം നടന്നാൽ ഇതിന് പരിഹാരം ഉണ്ടാവില്ല.